എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ കള്ളോ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു മുമ്പ് ഈസ്റ്റ് ചേർത്ത ഒരു പാലപ്പം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ഒരുപാട് പേർ ഈസ്റ്റ് ഇല്ലാതെ എങ്ങനെ പാലപ്പം ഉണ്ടാക്കാമെന്ന് ചോദിച്ചിരുന്നു. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്കും കിട്ടാൻ സാധ്യതയില്ലാത്തവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണെന്ന്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് സാധാരണ പച്ചരിയാണ്. ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പാലപ്പത്തിനുള്ള അരി എടുക്കുമ്പോൾ അധികം പശയില്ലാത്ത അരി വേണം എടുക്കാൻ. അരി ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. 6 മണിക്കൂറാണ് ഇത് കുതിർക്കാൻ വെക്കുന്നത്. ഈസ്റ്റ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇത് 6 മണിക്കൂർ വെക്കുന്നത്. 6 മുതൽ 8 മണിക്കൂർ വരെ ഇതുപോലെ കുതിർക്കുന്നതിന് കുഴപ്പമില്ല. ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ 4 മണിക്കൂർ മാത്രം കുതിർക്കാൻ വെച്ചാൽ മതി. ഇതിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു. ഇതൊരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് 1.5 കപ്പ് അരിയേ ഉള്ളൂ, അതുകൊണ്ട് ഒരു പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. മുഴുവൻ അരിയും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങ ചേരേണ്ടതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പകുതി തേങ്ങ ചേർത്താലും മതി. അപ്പത്തിന് കുറച്ച് തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കുറഞ്ഞു പോകുകയാണെങ്കിൽ ഏറ്റവും അവസാനം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അരി ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം. അരച്ചെടുത്ത അരി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ചോറാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1 കൈ ചോറാണ് എടുത്തിരിക്കുന്നത്. 1 കൈ ചോറ് എടുക്കുമ്പോൾ 1/2 കപ്പ് അളവ് കിട്ടും. ചോറ് വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചൊന്ന് അരച്ചെടുക്കാം. ചോറ് അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരി അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ചോറരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കപ്പി കാച്ചുന്നില്ല. ഈ അരച്ച മാവ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കുന്നതിനെയാണ് കപ്പി കാച്ചുക എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് തേങ്ങാവെള്ളം പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെങ്ങനെയാണ് പുളിപ്പിക്കുന്നതെന്ന് പറയാം. ഈസ്റ്റിനും ബേക്കിംഗ് സോഡയ്ക്കും പകരമായിട്ടാണ് തേങ്ങാവെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. 1 തേങ്ങയുടെ വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കൂടുതൽ തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പുളി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. തേങ്ങാവെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് പുളിക്കാൻ വേണ്ടി വെക്കണം. തലേ ദിവസം തന്നെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് പുളിയാകുന്ന സമയത്ത് ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കൃത്യമായിട്ട് സമയം പറയുവാണെങ്കിൽ ഞാനിത് രാവിലെ 6 മണിക്ക് വെച്ച് വൈകുന്നേരം 8:30 കഴിഞ്ഞാണ് എടുക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്ക് ഇതിന് ചെറുതായിട്ട് കള്ളിൻ്റെ ഒരു മണം വരും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കുന്ന അപ്പത്തിന് കള്ള് ചേർത്തുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടും. തേങ്ങാവെള്ളം അപ്പത്തിനരച്ച കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. രാവിലെ ഇത് ചുട്ടെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ കുറച്ച് അളവ് മാത്രം ഉള്ളത് കൊണ്ടാണ് വിസ്ക് കൊണ്ട് ഇളക്കി കൊടുക്കുന്നത്. കൂടുതൽ അളവുണ്ടെങ്കിൽ കൈകൊണ്ട് ഇളക്കുന്നതാണ് നല്ലത്. ഇളക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇളക്കുന്നതെന്ന് മനസ്സിലാകും. നാളെ ഇത് പൊങ്ങി വന്നതിന് ശേഷം അധികം ഇളക്കി കൊടുക്കുന്നില്ല. ഇനി ഇത് 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 8 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരിക മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ പുളിരുചി വരാൻ തുടങ്ങും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പൊങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇതിനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തലേ ദിവസം ഉപ്പൊക്കെ ചേർത്തതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി ഒരുപാട് ചൂടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ മാവ് ഒഴിക്കുമ്പോൾ അതിങ്ങ് വിട്ടുപോരും. ഇതിനി ചെറു തീയിലോ മീഡിയം ഫ്ലെയിമിലോ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞ് നടുഭാഗം വേകാതെ വരും. പണ്ട് കാലത്തൊക്കെ എല്ലാവരും തന്നെ കള്ള് ചേർത്തായിരുന്നു ഇതുപോലെ പാലപ്പമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. കള്ള് കിട്ടാത്ത സമയത്ത് ഇതുപോലെ തേങ്ങാവെള്ളം പുളിപ്പിച്ചായിരുന്നു അപ്പമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ കള്ള് ഉപയോഗിക്കാത്തവർക്കും ഇതുപോലെ തേങ്ങാവെള്ളം പുളിപ്പിച്ച് നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 12 അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു ചെറിയ കുടുംബമാണെങ്കിൽ 1.5 കപ്പ് അരി ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം.
ഇത് ഏറ്റവും അവസാനത്തെ മാവാണ്. ഇത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന അപ്പവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് അപ്പം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.